ഇന്നലെ ഞാനിട്ട വീഡിയോയിൽ സ്ത്രീകൾ മുന്നേറുക എന്ന് പറയുന്ന വീഡിയോ കണ്ടിട്ട് പേഴ്സണലായിട്ട് 2 പേർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. അദ്ദേഹം ചോദിച്ചത്, അല്ല മുനീറെ, സ്ത്രീകൾ ജോലി ചെയ്യാൻ തുടങ്ങിയാൽ, സ്ത്രീകൾക്ക് ജോലി ചെയ്ത് ചെലവിന് കൊടുക്കാൻ തുടങ്ങിയാൽ ഞങ്ങളുടെ വിലയൊക്കെ പോകില്ലേ? ഞങ്ങൾ ചെറുതാകില്ലേ? ഞങ്ങളുടെ സ്ഥാനം പോകില്ലേ? ഭർത്താവ് എന്നുള്ള സ്ഥാനം പോകില്ലേ? സത്യത്തിൽ ആ ചോദ്യം കേട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാതെ ഞാൻ ഒന്ന് മൗനം പാലിച്ചു പോയി. കാരണം 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തൊരു വിചിത്രമായ ചിന്താഗതിയാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. പണ്ടത്തെ ആളുകൾ അങ്ങനെ ജീവിച്ചു എന്ന് വിചാരിച്ച് ശരിയാണ് അദ്ദേഹം പറയുന്നത്. പണ്ടത്തെ ആളുകൾ ചെലവിന് കൊടുത്തിരുന്നു, ഭാര്യയൊക്കെ നോക്കിയിരുന്നു. അതുപോലെ നമുക്ക് പൂർണ്ണമായും ഈ കാലത്ത് കഴിയുമോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. പണ്ടത്തെ അവരുടെ ഭാര്യമാർ പ്രസവിച്ചിരുന്നത് വീട്ടിലാണ്. ഇന്ന് വീട്ടിൽ പ്രസവിക്കാൻ പറ്റുമോ? ഇന്ന് ഹോസ്പിറ്റലിൽ തന്നെ എത്ര ചെലവുകളുണ്ട്. അതേപോലെ പണ്ട് വാഹനം ഉണ്ടായിരുന്നില്ല, ബൈക്ക് ഉണ്ടായിരുന്നില്ല, കാർ ഉണ്ടായിരുന്നില്ല. ഇന്ന് അതൊക്കെയുണ്ട്. ഇതിനൊക്കെ പണം വേണം, ഇതിൻ്റെ എണ്ണയ്ക്ക് പണം വേണം. ഇങ്ങനെ എല്ലാത്തിനും പണം ആവശ്യമായ ഈ കാലഘട്ടത്തിൽ സ്ത്രീകളും ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അതിൻ്റെ മുഴുവൻ ഭാരവും പുരുഷൻ ഏറ്റെടുക്കേണ്ടി വരും. ടെൻഷനും കുടുംബഭാരമൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആരും ചർച്ചയില്ല. ഒരാൾ അറ്റാക്ക് ആയി വീണ് മരിക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് എന്താണ്? അത് കൊറോണയുടെ സൂചി വെച്ചിട്ടാണ്. ഒരിക്കലുമല്ല. ടെൻഷനാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. ടെൻഷനും രക്തസമ്മർദ്ദമൊക്കെ പറ്റി കുടുംബത്തിൻ്റെ ഭാരവും ജോലി ഭാരമൊക്കെ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള. അതേപോലെ നല്ല ഭക്ഷണത്തിൻ്റെയും പ്രശ്നമുണ്ട് എങ്കിലും ഇതും ഒരു കാരണമാണെന്ന് പഠനങ്ങൾ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ സ്ത്രീകൾ ജോലി ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിൻ്റെ രണ്ടിൻ്റെയും ഭാരം രണ്ടാളുകളും വഹിക്കുമ്പോൾ കൂടുതൽ ടെൻഷൻ ഇല്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളത് സത്യമാണ്. നിങ്ങൾ ഒരുപാട് ഡോക്ടർമാരെ നോക്കൂ. അവരൊക്കെ 2 പേരും ജോലി ചെയ്യും. 2 പേരും എന്ത് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. നേരെ മറിച്ച് കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ഏറ്റെടുത്ത ചില പ്രവാസികളെ നിങ്ങൾ നോക്കണം. അവരവരുടെ നാടുകളിൽ ഉണ്ടാകും. ആ നാടുകളിൽ അവരെ നോക്കിയാൽ മതി. എല്ലാ ഭാരവും വഹിച്ച് ഉത്തരവാദിത്തമൊക്കെ ചെയ്ത് അവർ ജീവിച്ചിട്ടുണ്ടാകുമോ? അവർ ജീവിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്നില്ല. അവർക്ക് വേണ്ടി ജീവിക്കുന്നില്ല. അവരുടെ ഭാര്യമാരും അവരുടെ മക്കളൊക്കെ ജീവിക്കുന്നു എന്നല്ലാതെ സത്യത്തിൽ അവർക്കൊരു ജീവിതമുണ്ടോ? ഇല്ല. പ്രായമാകുമ്പോൾ ആർക്കും വേണ്ടാത്ത രീതിയിലാണ് അവർ ജീവിക്കുന്നത്. ഒരുപാട് പ്രവാസികളെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും. ആർക്കും വേണ്ടാത്ത, അവരവരോട് തന്നെ പോയി നിങ്ങൾ ചോദിച്ചു നോക്കണം. പ്രവാസം അവസാനിപ്പിച്ചവരോട്, ജോലിയൊന്നും ചെയ്യാതെ നിൽക്കുന്നവരെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ അവരെ സമ്മതിക്കുമോ? ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും ആസ്വദിച്ച് ജീവിക്കുകയും അതോടൊപ്പം ഭാര്യയും കൂടി ജോലി ചെയ്ത് 2 പേരും ചെലവ് വഹിക്കുമ്പോൾ വലിയ ഭാരമുണ്ടാകില്ല. അതുമാത്രമല്ല, ഭാര്യ ജോലി ചെയ്യുമ്പോൾ വേറെന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? നിങ്ങളൊന്ന് മരിച്ചു പോയാൽ, ഭർത്താവ് ഒന്ന് മരിച്ചു പോയാൽ, ആ ഭാര്യയും മക്കളും കുടുംബത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നു. കുടുംബത്തിൻ്റെ ചെലവിൽ, അതല്ലെങ്കിൽ നാട്ടുകാരുടെ, സമൂഹത്തിൻ്റെ ദയക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരുന്നു. ഇത് പറയുമ്പോൾ പറയാന്നല്ലാതെ ഭർത്താവ് മരിച്ച ഭാര്യമാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. കുടുംബത്തിന് മുമ്പിൽ അവർക്ക് തലതാത്തേണ്ടി വരുന്നു. അവരെ മുമ്പിൽ വണങ്ങേണ്ടി വരുന്നു. സമൂഹമാണെങ്കിലോ അവരുടെ മക്കളെ മുമ്പിൽ ഫോട്ടോ എടുത്ത് അവരുടെ ആത്മാഭിമാനത്തിന് കോട്ടം സംഭവിക്കുന്ന രീതിയിലാണ് എന്തെങ്കിലും സഹായം ചെയ്തത്. എന്ത് സഹായം ചെയ്തെങ്കിലും ഫോട്ടോ എടുത്ത് ബാപ്പയില്ലാത്ത, അച്ഛനില്ലാത്ത കുട്ടിയാണെന്ന ഒരു സിമ്പതിയിലാണ് കൊടുക്കുന്നത്. അത് കുട്ടികൾ അപകർഷത ബോധത്തിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അപ്പോൾ ഭാര്യയും കൂടി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചാൽ അവർക്ക് പിന്നീട് ജീവിക്കാൻ അവർക്കറിയാം. വിയർപ്പിന്റെ വില അവർക്കറിയാം.
ആ രൂപത്തിലേക്ക് അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണത്. രണ്ടാളുകളും ജോലി ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതല്ലാതെ പണ്ടത്തെ ആളുകൾ ജീവിച്ചതുപോലെ ഇന്ന് ജീവിക്കാനാവില്ല. ടെൻഷൻ അടിച്ചും നിരാശപ്പെട്ടും മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. മറ്റൊരാൾ ചോദിച്ചതൊരു വിഷയമാണ്, എൻ്റെ ഭാര്യ ഒന്നും പഠിച്ചിട്ടില്ല, അവരൊക്കെ എങ്ങനെ ജോലി ചെയ്യാനാണ്? എൻ്റെ സുഹൃത്തുക്കളെ വിദ്യാഭ്യാസം നേടിയവർ മാത്രമാണോ പണമുണ്ടാക്കുന്നത്? അവരവരുടെ കഴിവുകൾ നോക്കുക. നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ ഒരു പക്ഷേ ഭാര്യമാർക്ക് അറിയുന്നുണ്ടാകാം. അതല്ലെങ്കിൽ നല്ല ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയുന്നുണ്ട്. അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് അതിലൂടെ പണമുണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാനും നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ പരിശീലിപ്പിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരുടെ കഴിവറിയുന്നില്ല എങ്കിൽ എന്നെ വിളിച്ചോളൂ. പല ടെസ്റ്റുകളും നടത്തി, ഞാനൊരു അത്ഭുത മനുഷ്യനൊന്നുമല്ല, പല ടെസ്റ്റുകളും നടത്തി നിങ്ങളിലൂടെ തന്നെ നിങ്ങളുടെ കഴിവെന്താണെന്ന് കാണിച്ചു തരാനും നിങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കാനും എനിക്ക് കഴിയും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഈ ചിന്താഗതിയൊക്കെ വിട്ടുകൊണ്ട് മുമ്പോട്ട് പോവുക, അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. അവരോടൊപ്പം നമ്മൾ വീട്ടുജോലികൾ ചെയ്യുക. വീട്ടുജോലി ചെയ്യുന്നത് ഒരു മോശം കാര്യമല്ല, മുഹമ്മദ് നബി പോലും ചെയ്തിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ജോലികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നത് ഒരിക്കലും ഒരു കുറച്ചിലല്ല, ഒരിക്കലും അതൊരു മോശമല്ല. നിങ്ങളുടെ അഭിമാനം താഴുന്നില്ല. ഇതൊരു മിഥ്യാധാരണ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ചോദ്യം വന്നത് വളരെയേറെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അദ്ദേഹം ചോദിച്ചത്, എൻ്റെ ഭാര്യ ജോലിക്ക് പോയി നാളെ ഒളിച്ചോടിപ്പോയാൽ നീ സമാധാനം പറയുമോ എന്നാണ്. എൻ്റെ സുഹൃത്തുക്കളെ, അവരവരുടെ ഭാര്യമാരെ സൂക്ഷിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ വിഷമങ്ങൾ കേൾക്കുകയും അവരുടെ ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും അവരോടൊപ്പം സപ്പോർട്ട് നിന്ന് നല്ല സുഹൃത്തിനെ പോലെ ജീവിച്ച് അവരുടെ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യേണ്ടത് ഭർത്താക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. എല്ലാവരും ഒളിച്ചോടി പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഒളിച്ചോടി പോകുന്നുണ്ടോ? ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ്. ഇതൊക്കെ ഒരു ചിന്ത മാത്രമാണ്, സ്വാർത്ഥ ചിന്തയാണ്. എൻ്റെത് മാത്രം എന്നൊരു ചിന്ത. ഇത് സ്നേഹമല്ല. സ്നേഹമാണെങ്കിൽ ഭാര്യയെ നിങ്ങൾ കഴിവുള്ളവരാക്കണം. അവരുടെ കഴിവിനനുസരിച്ച് അവളെ വളർത്താൻ നോക്കണം. അവര് വെറും വീട്ടുജോലിക്കാരല്ല, അടിമകളല്ല എന്ന ചിന്താധാരണ അല്ല എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം സുഹൃത്തുക്കളെ പോലെ ജോലി ചെയ്യാനും പരസ്പരം അവരെ സഹായിക്കാനും ഒരു സുഹൃത്ത് ബന്ധത്തെ പോലെ ജീവിക്കുമ്പോൾ മാത്രമേ ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പല പെൺകുട്ടികളും വിവാഹം വേണ്ട എന്ന് വെക്കുന്നത്. നമ്മൾ ചിന്തിക്കണം. പലവരും വിവാഹം വേണ്ട എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഇങ്ങനെയുള്ള അടിമപ്പണി എടുക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇനിയുള്ള കാലത്ത് നിങ്ങൾ പഴയ ചിന്താഗതി വെച്ചാൽ ഇനിയുള്ള തലമുറക്ക് ദാമ്പത്യ ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകില്ല. അതുകൊണ്ട് സൗഹാർദ്ദത്തോടെ, സ്നേഹത്തോടെ, നല്ല ഒരു ഫ്രണ്ട്ഷിപ്പായി പരസ്പരം ബഹുമാനത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ ആ വിവാഹ ജീവിതം നല്ല രീതിയിൽ മാത്രമേ പോകൂ. അല്ലാത്ത വിവാഹ ജീവിതം താറുമാറാകും. അതുകൊണ്ടാണ് വിവാഹമോചനങ്ങൾ കൂടുന്നത് കൊണ്ടാണ് പണ്ടത്തെ പോലെയൊന്നും സ്ത്രീകൾ അങ്ങനെയൊന്നും താണു നിൽക്കില്ല. ആ ചിന്താധാരകളൊക്കെ മാറ്റി നല്ല സൗഹാർദ്ദത്തോടെ പരസ്പരം ബഹുമാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പിന്നീട് ഒരിക്കലാകാം. എല്ലാ മനുഷ്യർക്കും നന്മയും ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.